നമുക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ സിംഗപ്പൂർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വലിയ ബിഗ് ഡീലല്ല, ഏത് ആൾക്കാർക്ക് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. മറ്റു അപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോണ കാര്യം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ചിലപ്പോ വിശ്വസിക്കൂല. ഞാൻ മനസ്സിലാക്കിയെടുത്ത് വെച്ച് സിംഗപ്പൂരിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി രാജ്യം. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. അതായത് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി വലിയ തലപോണ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്. മെയിൻ ആയിട്ട് 2 കാര്യങ്ങളുള്ളത്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നേക്കാളും മുമ്പ് ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു 6 മാസത്തെ വാലിഡിൽ ഉണ്ടാവണം. അതായത് നമ്മൾ ഇവിടെ വന്നേക്കാളും മുമ്പ് ഒരു 6 മാസം മുമ്പെങ്കിലും നമ്മൾ ലൈസൻസ് എടുത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാസ് ഉണ്ടല്ലോ, എസ് പാസ്, ഇ പാസ്, വർക്ക് പാസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ പാസ് ഒരു 13 മാസമെങ്കിലും വാലിഡിറ്റി വേണം. അത് രണ്ടുണ്ടെങ്കിൽ മോശത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് BTT പാസ് ആകണം. BTT എന്ന് പറഞ്ഞ ഒരു ബേസിക് തിയറി ടെസ്റ്റ് ആണ്ടാ. അത് വലിയ കാര്യമൊന്നുമില്ല. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 40 കറക്റ്റാക്കിയാൽ അത് പാസ്സായി. ഒരു 500 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു PDF എന്റെ കയ്യിൽ ഇപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് അയച്ചു തരാട്ടാ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ BTT കൊണ്ട് നമ്മൾ പോകാൻ നേരെ ട്രാഫിക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ UB-ലാണ്ടാവും. പലർക്കും അറിയാൻ പറ്റും. അവിടെ ചെല്ലുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർ ചെയ്തൊരു കൺവേർഷൻ വലിയ തലപോണ കാശൊന്നും ഇല്ലെന്നൊന്നും. ആകെ ഡ്രൈവിംഗ് സ്കൂളിൽ $50, പിന്നെ ഇവിടെ ഒരു $56, $150 ആണെങ്കിൽ ലൈസൻസ് മൊത്തം നമ്മുടെ കൈ കിട്ടി. ഇവിടുത്തെ ആൾക്കാർ 1-2 വർഷമൊക്കെ എടുത്തിട്ടാണ് ഓരോ ലൈസൻസ് ഒക്കെ ഒപ്പിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു അവസരം ഉള്ളപ്പോഴേക്കും നമ്മൾ അത് യൂസ് ചെയ്യണോട്ടാ. സിംഗപ്പൂരത്തെ ലൈസൻസ് ഒക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ബൈക്കും കാറൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റാണ്ട് ഇവിടെ പോകാൻ. ഇനി നമ്മുടെ നാട്ടിലത്തെ ലൈസൻസിൽ ഒരു ചിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്ന് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ ഒന്ന് പോകേണ്ടി വരും, ഒരു ലെറ്ററും കൂടി വാങ്ങാൻ വേണ്ടി. ഭൂരിഭാഗം വേറെ ചിപ്പ് ഉണ്ടാവട്ടെ. ഇപ്പോഴത്തെ ലൈസൻസ് ഒക്കെ എല്ലാ ചിപ്പ് ഉണ്ട്. പണ്ടത്തെ ലൈസൻസിലാണ് ചിപ്പ് ഇല്ലാത്തത്. അപ്പൊ ആ ഒരു സാധനം കൂടെ ഉണ്ട്. ഇന്ത്യൻ എംബസി പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി മറക്കണ്ട. അപ്പൊ അത്രയോട് വെച്ചു. വേറെ വീഡിയോ കാണാട്ടാ. ശരി.